SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് മറവിൽ വെള്ളാപ്പള്ളി നടത്തിയ കോടികളുടെ അഴിമതിയുടെ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും 2% പലിശയ്ക്കെടുക്കുന്ന തുക വെള്ളാപ്പള്ളി നിർധനർക്ക് നൽകുന്നത് 14% പലിശയ്ക്കെന്ന് രേഖകൾ. മൈക്രോ ഫിനാൻസ് പദ്ധതി പ്രകാരം SNDP യോഗത്തിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് അനുവദിച്ച 5 കോടി രൂപയാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിമറി നടത്തിയത്. 14 ജില്ലകളിലായി 250 സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകാനായിരുന്നു തീരുമാനം. 3900 പേരായിരുന്നു ഗുണഭോക്താക്കൾ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 2% പലിശയ്ക്കാണ് 5 കോടി രൂപ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. ഇത് സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകേണ്ടത് 5% പലിശയ്ക്കും. എന്നാൽ സംഘങ്ങൾക്ക് പണം അനുവദിച്ചിരിക്കുന്നത് 12 മുതൽ 14 വരെ ശതമാനം പലിശയ്ക്കാണെന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പകുതിയിലധികം സംഘങ്ങളുടെ വ്യക്തമായ വിവരങ്ങളും ലഭ്യമല്ല. മാത്രമല്ല, ഉള്ള സംഘങ്ങൾക്കാകട്ടെ അനുവദിച്ചതിൽ പകുതി തുക മാത്രമാണ് നൽകിയിട്ടുമുള്ളൂ. പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് പണം നൽകിയ സംഘങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും SNDP യൂണിയൻ നൽകിയിട്ടുമില്ല. റിപ്പോർട്ട് നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വിവിധ ജില്ലകളിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ പല സംഘങ്ങളും വ്യാജമാണെന്നും വ്യക്തമായിട്ടുണ്ട്. വായ്പ എടുത്തുവെന്ന് SNDP യൂണിയനിൽ രേഖകളുള്ള പല സംഘങ്ങളും ഇക്കാര്യം അറിയുന്നത് തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തിയപ്പോഴാണ് എന്നതും ശ്രദ്ധേയം. സാധാരണക്കാരായ യോഗം അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി കോടികൾ തിരിമറി നടത്തി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2003 മുതൽ 2009 വരെ 10 കോടി രൂപ കോർപ്പറേഷൻ നൽകിയതിലും ക്രമക്കേട് നടത്തിയതായാണ് സൂചന. KG ദിനകർ, തിരുവനന്തപുരം. SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിൽ വൻ അഴിമതിയെന്ന് VS അച്യുതാനന്ദൻ. 2% പലിശയ്ക്കെടുത്ത വായ്പ വിതരണം ചെയ്തത് 12% പലിശയ്ക്കെന്നും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട വായ്പ വെള്ളാപ്പള്ളി തട്ടിയെടുക്കുന്നുവെന്നും VS പറഞ്ഞു. വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസിന്റെ പേരിൽ തട്ടിപ്പ് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം താൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും VS തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ 2% പലിശയ്ക്ക് 15 കോടി രൂപ എടുത്ത ശേഷം മൈക്രോ ഫിനാൻസിന്റെ പേരിൽ പാവപ്പെട്ട ഈഴവർക്ക് 12% പലിശയ്ക്ക് അത് നൽകിയെന്നും ഇതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. 10% ആളുകൾക്ക് വായ്പ വിതരണം ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ തുകയും SNDP യോഗ നേതാക്കൾ സ്വകാര്യ ആവശ്യത്തിന് വിനിയോഗിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ സ്വകാര്യ ആവശ്യത്തിലേക്ക് തട്ടിയെടുത്തത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നും അതിനായി CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾക്ക് ഞാൻ മുൻകൈയെടുക്കുകയും ചെയ്യും. തന്റെ ആവശ്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് VSന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. VS അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ്. അപ്പോൾ VS പിന്നീട് എന്ത് ചെയ്തു? ഇതാ നിങ്ങൾ കാട്ടിയ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ചും പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? എന്താണ് ഇതേപ്പറ്റിയല്ല നിങ്ങൾ പറയുന്നത്? ന്യായസ്ഥനാണല്ലോ നിങ്ങൾ. ഇപ്പോൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അതിന്റെ സ്ഥിതി തന്നെയായിരിക്കൂ. അതേസമയം സംഘപരിവാർ ബാന്ധവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മലക്കം പറഞ്ഞു. VSന്റെ ആരോപണങ്ങൾ കൊണ്ടൊന്നും താൻ തളരാൻ പോകുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തള്ളിയ കാര്യങ്ങളാണ്. ആ തള്ളിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ VS മറുപടി പറയേണ്ട കാര്യം എനിക്കൊന്നുമില്ല. അവജ്ഞയോടുകൂടി തള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS വെച്ച് കെണിയിൽ നിന്ന് SNDPക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീനാരായണ ഗുരുവിന് പകരം മോദിയെ ഗുരുവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മൂന്നാം മുന്നണി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചാപിള്ളയായെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ധരിച്ചത് ഇത് വരുന്നതോടുകൂടി CPM തകർന്നു പോകും. അതുകൊണ്ട് കുറച്ച് നഖം ഉരച്ചു കൊടുത്തു. നടക്കട്ടെ, ഇത് നല്ലതാണ്. മൂന്നാം മുന്നണി വന്നാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. ഇപ്പൊ AK ആന്റണി പറഞ്ഞില്ലേ, മൂന്നാം മുന്നണി കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് RSS തയ്യാറാക്കി വെച്ച കെണിയിൽ നിന്ന് SNDP യോഗം പുറത്തു വരാൻ തയ്യാറാണ്. VS അച്യുതാനന്ദൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ. മൈക്രോ ഫിനാൻസിനെ കുറിച്ച് VSന് ഒന്നും അറിയില്ലെന്നും ആരോ എഴുതി കൊടുക്കുന്നത് വായിക്കുകയാണ് VS ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി. പിന്നോക്ക കോർപ്പറേഷനിൽ നിന്നും SNDPക്ക് ലഭിച്ചത് 5.5 കോടി രൂപയെന്നും ഇതിന്റെ കണക്ക് കയ്യിലുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നു. വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും വെള്ളാപ്പള്ളിക്ക് BJPയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. SNDP BJP ബന്ധത്തിന് ജനം മറുപടി നൽകുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതേതര വിരുദ്ധ നിലപാടുകൾ ജനം തള്ളിക്കളയുമെന്നും സീതാറാം യെച്ചൂരി പീപ്പിൾ TVയോട് വ്യക്തമാക്കി. തോട്ടം തൊഴിലാളികളുടെ കൂലി വർധന ചർച്ച ചെയ്യാൻ ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ 4ാമത്തെ യോഗവും പരാജയം. ഇടക്കാല ആശ്വാസം അനുവദിക്കാമെന്ന സർക്കാർ നിർദ്ദേശം യൂണിയനുകൾ തള്ളി. സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് യൂണിയനുകൾ വ്യക്തമാക്കി. തോട്ടം തൊഴിലാളികൾ ദിവസങ്ങളായി തുടരുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി തുടർച്ചയായി ചേർന്ന 4ാമത്തെ പ്ലാന്റേഷൻ ലേബർ സമിതി യോഗവും യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞു. തൊഴിലാളികൾക്കുള്ള വേതന കാര്യത്തിൽ സമവായത്തിലെത്താനാകാതെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. മിനിമം വേതനം പരമാവധി 30 രൂപയെ വർദ്ധിപ്പിക്കാനാകൂ എന്ന് തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികൾ നിലപാടെടുത്തു. ഇത് അംഗീകരിക്കാൻ തൊഴിലാളി സംഘടനകൾ തയ്യാറായില്ല. തുടർന്ന് ഇടക്കാല ആശ്വാസം അനുവദിക്കാമെന്നും നവംബർ 9 ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്നും മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദും ഷിബു ബേബി ജോണും അറിയിച്ചു. തൊഴിലാളി സംഘടനകൾ അതും അംഗീകരിച്ചില്ല. ചർച്ച സമ്പൂർണ്ണ പരാജയം. ഇനി മുഖ്യമന്ത്രിയുമായി ആലോചിച്ച തുടർ തീരുമാനമെടുക്കുമെന്ന് തോട്ടം തൊഴിലാളികൾ നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM ഈ മാസം 10-ാം തീയതി അരിയും പയറും ശേഖരിക്കുന്ന പ്രവർത്തനം ആരംഭിക്കും. ഭക്ഷ്യവസ്തുക്കൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരകേന്ദ്രങ്ങളിലെത്തിക്കും. തോട്ടം തൊഴിലാളികളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് ഇടപെടുന്നതിന് പകരം തൊഴിലുടമകളുടെ പക്ഷം ചേരുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് CPM പ്രസ്താവനയിൽ ആരോപിച്ചു. ദാദ്രി സംഭവത്തിൽ രാഷ്ട്രപതിയുടെ പ്രതികരണം. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സഹിഷ്ണുതയും ബഹുസ്വരതയും സംരക്ഷിക്കണമെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി ആവശ്യപ്പെട്ടു. കോട്ടയം CMS കോളേജിൽ ബീഫ് ഫെസ്റ്റിനിടെ പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന വാർത്ത തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിന്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബീഫ് ഫെസ്റ്റിന് നേതൃത്വം നൽകിയ 10 SFI പ്രവർത്തകർക്ക് സസ്പെൻഷൻ. സാമുദായിക സ്പർദ്ധയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനാലാണ് സസ്പെൻഷൻ നടപടിയെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. കോട്ടയം CMS കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നായിരുന്നു CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയലിന്റെ വിശദീകരണം. ബീഫ് വിതരണം ചെയ്യാൻ തുടങ്ങിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം പോലീസിൽ അറിയിച്ചെങ്കിൽ തന്നെയും പോലീസ് വരുന്നതിന് അല്പസമയം എടുക്കുക. ആ സമയത്തുള്ളിൽ ഇവരെ ബീഫ് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് തടഞ്ഞു. പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ പിന്നെ ഒരു അക്രമാസക്തമായിട്ടുള്ള രീതിയായിരുന്നു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾ ബീഫ് വിതരണം ചെയ്യുന്നതിനിടെ എത്തിയ പ്രിൻസിപ്പൽ ബീഫ് നിറച്ചിരുന്ന പാത്രം കാൽകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പ്രകോപനം സൃഷ്ടിച്ചു. അടുത്തുനിന്ന വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിലേക്ക് കറി ചിതറിത്തെറിച്ചു. എന്നിട്ടും യാതൊരു സംഘർഷത്തിനും മുതിരാതെ വിദ്യാർത്ഥികൾ ബീഫ് വിളമ്പിക്കൊണ്ടേയിരുന്നു. ഈ സമയം പ്രിൻസിപ്പളും വിദ്യാർത്ഥികൾക്ക് നടുവിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ SFI അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ എങ്ങനെ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുമെന്ന് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ പ്രതിഷേധമറിയിച്ച് സമാധാനപരമായി പിരിഞ്ഞ വിദ്യാർത്ഥികളിൽ 10 പേരെയാണ് പ്രിൻസിപ്പലും സ്റ്റാഫ് കൗൺസിലും യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സസ്പെൻഷൻ നടപടി ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അംഗീകരിക്കില്ലെന്നും SFI ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദാദ്രി കൊലപാതകത്തിലടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് ലളിതകലാ അക്കാദമി ചെയർമാൻ അശോക് വാജ്പേയിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകി. അതേസമയം ദാദ്രി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരണം നൽകി. എന്നാൽ തന്റെ കുടുംബത്തിന്റെ ദുരന്തത്തിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും തങ്ങൾക്ക് നീതിയാണ് ലഭിക്കേണ്ടതെന്നും കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ മകൻ പറഞ്ഞു. ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് UPയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എഴുത്തുകാരി നയൻതാര സഹ്ഗാൾ സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയതിന് പിന്നാലെയാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ അശോക് വാജ്പേയിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയത്. സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളെയും പ്രധാനമന്ത്രിയുടെ മൗനത്തെയും രൂക്ഷമായി വിമർശിച്ചാണ് അശോക് വാജ്പേയി പുരസ്കാരം തിരികെ നൽകിയത്.
ന്യൂനപക്ഷങ്ങൾക്കും എഴുത്തുകാർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമെന്നും അശോക് വാജ്പേയി പ്രതികരിച്ചു. അതേസമയം ദാദ്രിയിലെ സംഭവത്തിൽ UP സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് മെഹ്റിനി പ്രധാനമന്ത്രിയെ കണ്ടു. എന്നാൽ പതിവ് കൂടിക്കാഴ്ച മാത്രമാണ് നടന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം. അതേസമയം ദാദ്രിയിൽ രാഷ്ട്രീയക്കാർ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ ഗ്രാമീണർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാംസനിരോധനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്ത്. രാജ്യമെമ്പാടും നടക്കുന്ന ബീഫ് നിരോധനത്തെക്കുറിച്ചായിരുന്നു തന്റെ പ്രതികരണമെന്നും ഒരു വിഭാഗം ആളുകൾ പോസ്റ്റ് വളച്ചൊടിച്ചുവെന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദവുമായി ബന്ധപ്പെട്ട് അധ്യാപിക പ്രിൻസിപ്പലിന് വിശദീകരണം നൽകി. ഉത്തരേന്ത്യൻ ശൈലിയിൽ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമാണ് തൃശൂർ കേരളവർമ്മ കോളേജിലെ സംഭവങ്ങളെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ദാദ്രിയിൽ തുടക്കമിട്ട വർഗീയ സംഘർഷങ്ങൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സംഘപരിവാർ ആസൂത്രിതമായി ശ്രമിക്കുകയാണ്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ എന്താഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വർഗീയവാദികളല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളം വർഗീയ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റാനുള്ള ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള മുന്നേറ്റം ഉണ്ടാകണമെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തുടക്കമായി. മുന്നണികളിൽ സീറ്റ് വിഭജന പ്രക്രിയ പൂർത്തിയാവാത്തതിനാൽ വളരെ കുറച്ച് പത്രികകൾ മാത്രമേ സമർപ്പിക്കപ്പെട്ടുള്ളൂ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്വത്ത് വിവരങ്ങളും വരണാധികാരി മുൻപാകെ സമർപ്പിക്കണം. ഈ മാസം 14 വരെ പത്രിക സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഇന്ന് പുറത്തിറങ്ങി.